ശബരിമല വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റി എന്ന പ്രചരണം കറങ്ങി നടപ്പുണ്ട്. അതിൽ പലരും തെറ്റിദ്ധരിച്ച് സന്തോഷിക്കുന്നുമുണ്ട്. ഒരു കാരണവശാലും വിശ്വസിക്കരുത്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ മതപണ്ഡിതരുമായി ചർച്ച വേണമെന്നാണ് സർക്കാരിന്റെ സത്യവാങ്മൂലം. ഇത് തന്നെയാണ് ഇടത് സർക്കാർ മുമ്പും എടുത്തിരുന്ന നിലപാട്. വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നൽകിയ സത്യവാങ്മൂലവും ഇതുതന്നെയാണ്. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് ആചാരം വർഷങ്ങളായി തുടർന്നു പോരുന്നതുകൊണ്ടും ജനങ്ങൾ അംഗീകരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു പോരുന്നതുകൊണ്ടും ഇതേക്കുറിച്ചുള്ള ഹൈക്കോടതി വിധി അനുസരിക്കാൻ ബാധ്യത ആയതുകൊണ്ടും ആരാധനയ്ക്കായി ക്ഷേത്രങ്ങൾ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാനാകുമോ എന്ന അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും സമർപ്പിക്കാൻ ഹിന്ദു മതത്തെക്കുറിച്ച് ആധികാരികമായ അറിവുള്ളവരും പ്രമുഖ പണ്ഡിതരും അഴിമതി പുരളാത്ത സാമൂഹിക പരിഷ്കർത്താക്കളും ഉൾപ്പെടുന്ന ഒരു സമിതിയെ നിയോഗിക്കാൻ ഹൈക്കോടതിയോട് അഭ്യർത്ഥിക്കണമെന്നാണ് സർക്കാർ അഭിപ്രായപ്പെടുന്നത്. അച്യുതാനന്ദന്റെ കാലത്ത് നൽകിയ സത്യവാങ്മൂലവും നിലവിൽ നൽകിയതും തമ്മിൽ എന്താണ് വ്യത്യാസം? മതപണ്ഡിതരുമായി ചർച്ച നടത്തണം എന്നാണ് പിണറായി സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതൊരു കുഴപ്പം പിടിച്ച നിർദ്ദേശമാണ്. ആരാണ് ഈ മതപണ്ഡിതന്മാർ? തീർച്ചയായും ഇവരുടെ ഇഷ്ടക്കാരായിരിക്കും അത്. കാഷായം അണിഞ്ഞ് പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഷിബുസ്വാമിയും സുനിൽ പി ഇളയിടവും ശ്യാംകുമാറുമൊക്കെ ഹിന്ദുമത പണ്ഡിതരാകാൻ വലിയ താമസമൊന്നും ഉണ്ടാവില്ല. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അവിടെയും ഇവിടെയും തൊടാതെ ഇവിടുത്തെ ഹിന്ദുക്കളെ പറ്റിക്കാൻ പറ്റിയ ഒരടവ് മാത്രമാണിത്. മതപണ്ഡിത ചർച്ച എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇലക്ഷൻ അടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ വോട്ട് ബേസായ ഹിന്ദുക്കളെ എങ്ങനെ കൂടെ നിർത്തണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഏതെങ്കിലും കേരളത്തിലെ ഹിന്ദുക്കളെ പറ്റിക്കാൻ കഴിയാത്ത ശക്തമായ വോട്ട് ബാങ്കായി മാറുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇവർ ഇപ്പോൾ ഈ പുതിയ നമ്പറുമായി വന്നിട്ടുള്ളത്. അതിനുവേണ്ടി വേണമെങ്കിൽ അപ്പൻ ഗോവിന്ദൻ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകാൻ വരെ തയ്യാറായിരുന്നിരിക്കും. നിലയ്ക്കലിൽ മാന്യമായി നാമജപം നടത്തിയിരുന്ന അമ്മമാരെ പുച്ഛിച്ച് തെറിജപം എന്ന് പറഞ്ഞവർക്ക് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പരിഹസിച്ചവരെയും ഒരു കാലത്തും മറക്കരുത്. ഇത്രമാത്രം അമ്മമാരെയും പാവപ്പെട്ട സന്യാസിമാരെയും അയ്യപ്പന്മാരെയും പോലീസ് വേഷധാരികളായ ഡിവൈഎഫ്ഐക്കാരും CPM-കാരും തല്ലി ഓടിച്ച കാര്യം, കല്ലെറിഞ്ഞു വീഴ്ത്തിയ കാര്യം ഒന്നും നമ്മൾ ഒരു കാലത്തും മറക്കില്ല. ഇത്രയും വലിയ ആത്മാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ ശബരിമല സമരം നടന്ന സമയത്ത് കേസുകളെല്ലാം ഗവൺമെന്റ് പിൻവലിക്കാം. അത് ചെയ്തിട്ടില്ല. ഈ കേസുകൾ ഇപ്പോഴും കഷ്ടപ്പെട്ട് നടക്കുന്ന വ്യക്തികൾ ധാരാളമാണ്. അതുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടി നിന്ന നമ്മുടെ സഹോദരങ്ങളെ, പ്രസ്ഥാനങ്ങളെ മറന്നുകൊണ്ടാവരുത് തെരഞ്ഞെടുപ്പിനെ സമീപിക്കേണ്ടത്. എപ്പോഴും ഓർമ്മ വേണം അത്. സൂര്യൻ ഉദിക്കുമ്പോൾ തൊട്ട് അസ്തമിക്കുന്ന സമയം വരെ യാഗങ്ങളും ഹോമങ്ങളും പൂജകളും ആരാധനയും എല്ലാം മുടക്കി നശിപ്പിച്ചു നടന്ന രാവണൻ പോലും വൈകിട്ട് നമശിവായ എന്ന് ജപിക്കും. എന്നാൽ പോലും രാവണനോട് ക്ഷമിക്കാൻ അതൊരു കാരണമായിട്ടില്ല. വോട്ടാണ് ഹിന്ദുക്കളുടെ കയ്യിലുള്ള രാമബാണം. അത് രാമന് കൊടുക്കണോ അതോ രാവണന് കൊടുക്കണോ എന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം.